Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഒരു ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. ഇന്ന് നമ്മൾ ഈ ബോട്ടിലിൽ ഒരു പൂക്കളം ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇവിടെ ഗ്ലാസ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഡോട്ട്സ് ഇട്ടിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഡോട്ട്സ് ഇടുക, അടുപ്പിച്ച് എന്നിട്ട് ചുറ്റിലും ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കളർ ചെയ്യുന്ന ടൈമിലാണ് നമ്മളിതിന് ഡിസൈനൊക്കെ കൊടുക്കുന്നത്. ക്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്ലേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലാസ് ലൈനർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഫുള്ളായിട്ടും മാർക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ബോട്ടിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒരു കോട്ട് കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻ്റ് എല്ലാം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ പാറ്റേൺ ഇവിടെ കാണുന്നുണ്ട്. പ്ലെയിൻ ആയിട്ട് ഗ്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് അത്തപ്പൂക്കളം വരച്ചെടുക്കാം. ഞാൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മളിവിടെ ഡിസൈൻ വരച്ചെടുക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഫോണ്ടിൽ ബോട്ടിൽ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനുള്ള ഒരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും വാച്ച് ചെയ്യുക. ഈസി ആയിട്ട് നമുക്കത് എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കളർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. അക്രിലിക് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കിതുപോലെ കളർ ചെയ്തെടുക്കാം.
ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഈ വൈറ്റ് കളർ ഫ്ലവറിൻ്റെ പുറത്തേക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇനി ഞാൻ ദേ ഇവിടെ ഗൂഗിളിൽ നിന്ന് ഇതുപോലെ ഒരു ഇമേജ് എടുത്തിട്ട് ഇങ്ങനെയൊന്നും വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ പുറത്തേക്ക് ഇതേപോലെ തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ പെൻസിലിൻ്റെ ഹെൽപ്പോട് കൂടി ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ട്രേസിങ് പേപ്പറൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബോട്ടിലിൽ വരച്ചെടുക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണിത്. അപ്പോൾ ഇനി ഈ പേപ്പർ നമുക്ക് ബോട്ടിലിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ വൈറ്റ് കളർക്ക് കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് പൂക്കളം വരച്ചപ്പോൾ കളറൊക്കെ അങ്ങായിട്ടൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇതും കൂടി വരച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ടും വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നതാണ്. പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. താങ്ക്